السلام عليكم ورحمة الله تعالى وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ഖമറാണ് ശംസാണേ നബി. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എല്ലാം ഏകനായ നിലക്ക് അടക്കി ഭരിക്കുന്ന ജഗതിയന്താവായ റബ്ബേ, സാധുക്കളായ ഞങ്ങളെ നൂറുൽ ഹുദാ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മദീനയിലേക്ക് എല്ലാവരും വന്ന് ചൊല്ല് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ലാഹ്, ഹബീബിലേക്ക് എത്തിക്കണേ അല്ലാഹ്, ഹബീബിന്റെ മദദ് നൽകണേ അല്ലാഹ്, ഹബീബിന്റെ നസ്ർ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നല്ല തഖ്വയോടെ നല്ല ആദബോടുകൂടെ നല്ല അച്ചടക്കത്തോടുകൂടെ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല് 3 ഫാത്തിഹ 3 ഇഖ്ലാസ് മുഅവ്വിദതൈനി ഇലാ ഹളറത്തി റൂഹി നബിയിനാ വഹാദീനാ വമുൻജീനാ വമുർഷിദിനാ വമുസ്തഫാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി സായിരിൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വശുഹദാഇ വസുദ്ദീഖീന വസ്സാലിഹീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد
وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അല്ലാഹുവേ നീ ആദരിച്ച അമ്പിയാക്കന്മാര് ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങള് സജ്ജനങ്ങള് നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർ എല്ലാവരുടെ ഹദറാത്തിലേക്കും ഈ മജ്ലിസിൽ നിർവഹിക്കുന്ന അമലുകളുടെ വെളിച്ചത്തെ നീ എത്തിക്കണേ അല്ലാ ഖബർ വിശാലമാക്കണേ അല്ലാ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കണേ അല്ലാ നിന്റെ സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൂറുൽ ഹുദാ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഈ സദസ്സ് ആരൊക്കെ കാണുന്നുണ്ടോ അല്ലാഹുവേ കാണുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബറിലേക്കും ഇതിന്റെ വെളിച്ചത്തെ എത്തിക്കണേ അല്ലാ ഖബർ വെളിച്ചമാക്കണേ അല്ലാ സ്വർഗീയമാക്കണേ അല്ലാ ഖബറുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ ഈമാനുള്ള മുഅ്മിനീങ്ങളെ എല്ലാവരും നല്ല തഖ്വയോടെ നല്ല അദബോടുകൂടെ നല്ല അച്ചടക്കത്തോടുകൂടെ പടച്ച റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ഇപ്പൊ നിർവഹിച്ചത് എല്ലാവരും സമർപ്പിച്ചു കൊടുക്കുക അല്ലാഹു അവരുടെ ഖബറുകളിലേക്ക് വെളിച്ചമെത്തിച്ചു കൊടുക്കട്ടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ എല്ലാവരും ആമീൻ പറയണം നല്ല ഇഖ്ലാസോടുകൂടെ ആമീൻ പറയണം അല്ലാഹുവേ നിന്റെ നാമങ്ങൾ ചൊല്ലാൻ വേണ്ടി വന്നതാ ഖുർആൻ ഓതാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാ ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാ ഞങ്ങൾ ചൊല്ലുന്നതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ നിർവഹിക്കുന്നതെല്ലാം നീ കബൂലാക്കണേ അല്ലാ ഞങ്ങൾ ഈ നിർവഹിക്കുന്നതിന് മുഴുവനും നീ ഉത്തരം നൽകണേ അല്ലാ ഉത്തരം നൽകണേ അല്ലാ ഉത്തരം നൽകണേ അല്ലാ നല്ല ഇഖ്ലാസോടുകൂടെ മനസ്സിൽ വെറുപ്പ് വേണ്ട മനസ്സിൽ വിദ്വേഷം വേണ്ട മനസ്സിൽ ഒരാളോടും പക വേണ്ട നല്ല വിശാലമായ മനസ്സോടുകൂടെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഒരാൾ കൈകൾ ഉയർത്തിയാൽ അല്ലാഹ് തട്ടൂല അല്ലാഹ് തട്ടൂല അല്ലാഹ് തട്ടൂല അല്ലാഹുവേ എല്ലാവരും ഇന്ന് നോമ്പ് പിടിച്ച് അല്ലാഹുവേ ഒരുപാട് അമലുകൾ ചെയ്തിട്ടാണ് റബ്ബേ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ വ്രതത്തെ നീ കബൂലാക്കണേ അല്ലാ ഈ റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ വരാനിരിക്കുന്ന ശഅബാനിൽ ബറക്കത്ത് നൽകണേ അല്ലാ ഈ 2 മാസത്തിന്റെ ബറക്കത്തുകൾ ഏറ്റുവാങ്ങി പരിശുദ്ധ റമളാനിന്റെ പവിത്രമായ സമയങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ തൗഫീഖ് നൽകണേ അല്ലാ നല്ല ഈമാനോടുകൂടെ മഹാന്മാരായ ബദരീങ്ങളെ തവസ്സിലാക്കി എല്ലാവരും എന്റെ കൂടെ ചൊല്ലണം ബദരീങ്ങളെ തവസ്സിലാക്കുന്നവരാരും വെറുതെയാകൂല ബദരീങ്ങളെ വിളിക്കുന്നവരാരും പരാജയപ്പെടില്ല പടച്ച റബ്ബേ ഞങ്ങളെ സദസ്സിനെ നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ഗുണങ്ങൾ നേടുവാൻ കൂറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗ്ഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത ഖുശൂഉം സത്യമിൽ സതായ ഈമാനുള്ളതിൽ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലി ഇതൊക്കെയും ബദരീങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവ സൂരിയും മാറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹുവേ ബദരീങ്ങളെ കാവല് കൊണ്ട് റബ്ബേ ബദരീങ്ങളെ മദദ് നൽകണേ അല്ലാ. ബദരീങ്ങളെ നസ്ർ നൽകണേ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോരോ വിഷമങ്ങളുണ്ട് റബ്ബേ. എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സ്നേഹിതൻ എറണാകുളത്തുള്ള എഹിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഇന്നലെ വിട പറഞ്ഞുപോയി. ആ പ്രിയപ്പെട്ട മാന്യ സഹോദരന്റെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ വെളിച്ചത്തെ നീ കാണിക്കണേ അല്ലാ. ഈ മജ്ലിസ് വലിയ വെളിച്ചമായി സന്തോഷമായി കാവലായി പ്രകാശമായി നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം ഖബർ വിശാലമാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ നമുക്ക് അല്ലാഹനെ കാണാൻ കഴിയുന്നില്ല എന്ന് കരുതി ബേജാറാകണ്ട. സദാ സമയം നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. സദാ സമയം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാ രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല. ആ ബോധത്തോടുകൂടെ ആ ഒരു ചിന്തയോടുകൂടെ മുഹയ്യദ്ദീൻ മാല ചൊല്ലണേ. അല്ലാഹുവിന്റെ മഹാന്മാരാണ്. അല്ലാഹ് ഏറെ ഇഷ്ടപ്പെട്ടവരാ. അല്ലാഹനെ ഏറെ ഇഷ്ടപ്പെട്ടവരാ. അല്ലാഹ് പറഞ്ഞോടത്ത് നിന്ന മഹാന്മാരാ. മുഅ്മിനീങ്ങളെ വിളിച്ചോ. അല്ലാഹ് തിരു പേരും സ്തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയവൻ ഏകല്ലാരുളാലേ ആയേ മുഹമ്മദ വർഗീലെ ആണോവർ എല്ലാ
കീളയിലോ ഭംഗിയിലെ ആയോവർ എല്ലാ തിശയിലോ കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ സയ്യിദാവർദായോ ബാവയും ആണോവർ ബാവ മൂദോവിന് കുതുവായി വന്നോവർ ബാനം മാതേലിലോ കേളി നിറച്ചോവർ ഇരുന്ന ഇരുപ്പിന്യേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തി രാജാളിയെന്നോവർ എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോക്ക് ഞാൻ കാവലെന്നോവർ വല്ല നീലത്തീനോ എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് മുത്താൽ കൈകൾ ഉയർത്തിപ്പിടിക്കുക മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല കാലം അസ്റായിൽ മൗത്ത് വാങ്ങുന്നാളിൽ കരുത്തർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല പേടി പേരുത്ത ഖബറകം പോകും നാൾ പേർപറ്റ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല സൂറ് വിളി കേട്ടിട്ടൊക്കെ പുറപ്പെട്ടാൽ സുൽത്താൻ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല ഏഴ് മുഖമീട്ടാടുപ്പി ചോദിക്കും നാൾ എങ്കൾ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല നരകം ആദേളും കോരോദം മികച്ചേ നാൾ നലവർ മുഹിയദ്ദീൻ കാവലിലെ ഗല്ല ഹോജാ ശഫാഅത്തിൽ മുഹിയദ്ദീൻ തൻ കൂടെ കൂട്ട് സുബർഗത്തിൽ ആലം മുടയോനെ ഹോജാ വേദാംബരെ മംഗലം കാണുവാൻ മംഗല വേലകൾ കാണുവാനേ ഗല്ല എന്നെയും എന്നോടെ ഉമ്മായും ബാവായും അറിവേ പഠിപ്പിച്ചേ ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൾ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ല പിശയേറെ ചെയ്ത് നടന്നോരാടിയാന്റെ പിശയും പോറുത്ത് നീ റഹ്മത്തിൽ കൂട്ടല്ല എല്ലാ പിശയും പോറുക്കുന്ന നായനെ ഏറ്റം പോറുത്ത് കൃപ ചെയ്യ അല്ലാഹ് നല്ല സ്വലവാത്തും നല്ല സലാമായും എങ്കൾ ഹബീബോരി ഏക പെരിയോനെ നല്ല സ്വലവാത്തും നല്ല സലാമായും എങ്കൾ ഹബീബോരി ഏക പെരിയോനെ ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് നല്ല തഖ്വയോടുകൂടെ
ലഅല്ലക്കും തത്തഖൂൻ എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തഖ്വയുള്ളവരാവാൻ വേണ്ടി ആ നോമ്പ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തഖ്വ ഉണ്ടാവലാണ്. ഓരോരോ അമലുകൾ ചെയ്യുമ്പോഴും നല്ല ഈമാനോടുകൂടെ ഇഖ്ലാസോടുകൂടെ നല്ല ഭയഭക്തിയോടുകൂടെ ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന അമലുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം എല്ലാ നൂറുൽ ഹുദാ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ചൊല്ലേണ്ടത് മഹാനായ അഹ്മദ് കുട്ടി മുസ്ലിയാർ പള്ളിപ്പടി ഉപ്പാപ്പ അവിടുത്തെ തവസ്സുൽ ബൈത വിളിച്ചവര് പരാജയപ്പെടില്ല. സുബ്ഹാനല്ലാഹ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് പള്ളിപ്പടിയിലാണ് ഞാൻ മഗ്രിബ് നിസ്കാരത്തിന് കൂടിയത്. നിസ്കാരം കഴിഞ്ഞ് ഞാനും എൻ്റെ ഉസ്താദിന്റെ മോനും അതുപോലെ അവിടെ ദർസിൽ പഠിക്കുന്ന ഒരു മോനും പിന്നെ അതുപോലെ തന്നെ നസീർക്ക എറണാകുളത്തുള്ള നസീർക്കയും കൂടി പള്ളിപ്പടിയിൽ പോയി അവിടുന്ന് പ്രത്യേകം നൂറുൽ ഹുദാ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങൾ എന്ത് വിഷമുണ്ടെങ്കിലും നിങ്ങൾ പള്ളിപ്പടി പാപ്പാന്റെ പേരിൽ ഫാത്തിഹ ഓതുക. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, കുറവാക്കുന്നവർ കുറവാക്കിക്കോട്ടെ. അള്ളാഹുവിന്റെ മഹാന്മാർക്ക് സ്ഥാനം കൊടുത്തത് പടച്ച റബ്ബാണ്. അള്ളാഹുവാണ് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. അള്ളാന്റെ റസൂലാണ് നിങ്ങൾ വിഷമിക്കുമ്പോ നിങ്ങൾ പ്രയാസപ്പെടുമ്പോ മഹാന്മാരായ ഔലിയാനെ വിളിക്കാൻ നമ്മളോട് പറഞ്ഞതും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിളിക്കുന്നതും. നമുക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും എല്ലാ ശത്രുതയിൽ നിന്നും എല്ലാ അരുതായ്മയിൽ നിന്നും കൊള്ളരുതായ്മയിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പള്ളിപ്പടി പാപ്പാന്റെ തവസ്സുൽ ബൈത്ത് എല്ലാവരും എന്റെ കൂടെ തന്നെ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സല്ലല്ലാഹു ഗൗസുൽ അഅ്ലം മുഹയ്യദ്ദീൻ പള്ളി പടി വലി റളിയല്ലാഹ്. കണ്ണിനു കണ്ണാം വലിയോരേ കാതിൽ സുഖമൊഴുകും പേരേ കൽബിൽ കുളിർമ പൊൻപൂവേ പള്ളി പടി വലി റളിയല്ലാഹ്. പള്ളിപ്പടിയിൽ മറഞ്ഞോരേ ഫളുകളുടയ മഹാനോരേ പാരിനുടയവനേകൻ തന്നുടെ ഇഷ്ടകനിയാം പൂമാനേ നാടിൻ ഇസ്സത്തായവരേ ഇഷ്കിൽ വഴി ചേർന്നുള്ളവരേ ഇഹ പരമോക്ഷം നേടി സുബർക്കം തേടി മറഞ്ഞ മഹാനിധിയേ ദുനിയാവെ നമ്മരീജികതൻ മായിക വിട്ട് നടന്നോരേ സൂക്കിൻ ചെളി വെള്ള കുളമകമിൽ അമ്പറു ചേർത്തൊരു പൊന്നൊളിയേ ഉള്ളാൽ തങ്ങളെ പോലൊരു വലിയ എൻ വലിയാം പള്ളി പടി വലിയ എന്നൊരു വാക്കിനുള്ളിലെ പൊരുള് പാപികൾക്ക് ആശ്വാസത്തിൻ തണല്. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സല്ലല്ലാഹു ഗൗസുൽ അഅ്ലം മുഹയ്യദ്ദീൻ പള്ളി പടി വലി റളിയല്ലാഹ്. അഹ്മദ് കുട്ടി മുസ്ലിയാർ ഇസ്മിൽ ചേർന്ന മഹാനോരേ പള്ളി പടി വലിയെന്നോരാൽ മശഹൂറാൽ പുകഴായവരേ പാപക്കറബേറും കൽബിൽ പാവന തൗഹീദൂട്ടിടണേ പേടി പെരുത്ത ജഹന്നത്തെ തൊട്ടഭയം ധരണം വലിയേ അജബുകളെ ഈ മറഞ്ഞോരേ ഹംദുടയോനിലടുത്തോരേ ഖൈറിനായി സവിധം വരുവോരേ കാത്തിടണേ വലിയൊള്ളാവേ ഇരവിതുപാടും ഞങ്ങളിലായി തരമതുപോലെ സുവർഗത്തെ അമ്പിയ രാജരചാരത്തായി വലിയോടൊത്ത് ചേർത്തിടണേ അല്ലാ വലിയോടൊത്ത് ചേർത്തിടണേ. അല്ലാഹു അക്ബർ നൂറാനി അഹ്മദ് നബിയിൽ സല്ലല്ലാഹു ഗൗസുൽ അഅ്ലം മുഹയ്യദ്ദീൻ പള്ളി പടി വലി റളിയല്ലാഹ്.
അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, നല്ല അദബോടുകൂടെ മഹാന്മാരെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന ഉറപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വിളിക്ക്. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് ഞങ്ങളെ കബറാളികൾക്ക് വലിയ സന്തോഷത്തിന്റെ കാരണമാക്കണേ അല്ലാ. പലരും വിളിച്ച് കരഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, കുടുംബത്തിലെ വഴക്കൊന്ന് തീരണം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് അവസാനിക്കണം, നല്ല സന്തോഷം ഉണ്ടാകണം. എത്ര പേരാ കരഞ്ഞുകൊണ്ട് വിളിച്ചു ദുആ കൊണ്ട് അറിയിച്ചത്. അല്ലാഹുവേ, മകളെ കെട്ടിക്കാൻ പ്രായം കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഓരോരുത്തർ വന്നു നോക്കിയിട്ട് പോകുന്നുണ്ട്. കല്യാണം നടക്കുന്നില്ല എന്ന് വിഷമം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നടത്തി കൊടുക്കണേ അല്ലാ. താലോലിച്ച് അല്ലാഹുവേ ആറ്റുനോറ്റി വളർത്തിയ പൊന്നുമോളാ, ഒരു പ്രായമെത്തിയപ്പോ വിവാഹം ആലോചിച്ചപ്പോ എനിക്കിഷ്ടമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് നടക്കുന്ന മക്കളാ. അല്ലാഹുവേ, ഒരു നിലക്കും കുടുംബത്തിന് യോജിക്കാത്ത വിവാഹ ബന്ധങ്ങളിലേക്ക് പോകുന്ന യുവതലമുറയിലെ മക്കളെ നന്നാക്കണേ അല്ലാ, നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളൊക്കെ ദീനീ ബോധമുള്ള, ചിട്ടയുള്ള, അതവുള്ള, അച്ചടക്കമുള്ള നല്ല മക്കളാക്കി തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സിഎം വലിയുള്ളാഹിന്റെ തവസ്സുൽ ബൈത്തിൽ നിന്നൊരു 3 വരി ചൊല്ലിയിട്ട് നമുക്ക് സ്വലാത്തുൻ നൂർ ഹബീബായ റസൂലുള്ളാഹിന്റെ പുന്നാര പൂമകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയ സ്വലാത്ത് നമുക്ക് ചൊല്ലേണ്ടതുണ്ട്. നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങൾ എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടെ സിഎം വലിയുള്ളാഹിന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലിക്കേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൻ ലനാ ലാ ലനാ റബ്ബുൽ സിവാഹു ഇന്നഹുൽ ബർറുൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കമരീലിൻ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദബൂർ വലി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കമരീലിൻ ഖദ് അതാഹു കാമിലു ശിഫാ ബികും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലി യാ മദബൂർ വലി. കുല്ല ഇഫ്രീത്യ വശൈത്വാൻ വജിൻ മാരിദി അദ്ഹിബു വനജ്നായ കുതുബനാ മദബൂർ വലി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാ. മാനസിക, ശാരീരിക, പൈശാചിക, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് റബ്ബേ, നിന്നോടല്ലാതെ ഞങ്ങൾ വേറെ ആരോട് ചോദിക്കാനാണ് റഹ്മാനേ. നീ എങ്ങാനും ഞങ്ങളെ മടക്കി കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ പ്രതിസന്ധിയിലാ
ടെൻഷനിലാണ്, ബേജാറില, വിഷമത്തില. അല്ലാഹുവേ എപ്പോഴും നീ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ റഹ്മാനെ. വന്നുപോയ തെറ്റുകളൊക്കെ വിട്ടുപുറത്ത് മാപ്പ് നൽകി ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. ഈ സദസ് ഇജാബത്തിന്റെ സദസാക്കണേ അല്ലാ. ഇതിലാരൊക്കെ വന്ന് പങ്കെടുത്ത് ആമീൻ പറയുന്നുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. ഇതുപോലെ ഒരുപാട് ആത്മീയമായ മജ്‌ലിസുകൾ നടത്തുന്നുണ്ട്. നിന്റെ പൊരുത്തത്തിലായി നടത്തുന്ന മജ്‌ലിസുകളിൽ എല്ലാം ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സദസ്സുകൾ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളെല്ലാവരും ഹബീബായ റസൂലുള്ളാഹിന്റെ പുന്നാര പൂമോള് ചൊല്ലിയ സ്വലാത്തുൻ നൂറ് ചൊല്ലണം. മഹദിയായ ഫാത്തിമ ബീവിയാണ് മക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും റോൾ മോഡല്. ഓരോരോ സഹോദരിമാരുടെയും റോൾ മോഡൽ ഫാത്തിമ ബീവിയാകണം. ഇവിടെ ഏതൊക്കെയോ സിനിമാ താരങ്ങളാവാൻ പാടില്ല, ഏതെങ്കിലും സെലിബ്രിറ്റികളാകാൻ പാടില്ല. നമ്മളുടെ റോൾ മോഡൽ ഫാത്തിമ ബീവിയാണ്. സുബ്ഹാനല്ലാഹ്, വഫാത്തിന്റെ സമയത്ത് പോലും അലിയാര് തങ്ങളോട് അവസാനം പറഞ്ഞ കാര്യമേതാ? അലിയാര് തങ്ങളെ, അവസാനം ഞാൻ മരിച്ചെന്ന ഖബറിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ വലിയ ശവമഞ്ചയിൽ കൊണ്ടുപോകണേ, എന്നെ രാത്രി മറവ് ചെയ്യണേ. നോക്ക് നിങ്ങള്, ശരീരത്തിന്റെ ആകൃതി മയ്യത്ത് തുണിയിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആകൃതി കാണും അല്ലേ? സുബ്ഹാനല്ലാഹ്, അതുപോലും അന്യ പുരുഷന്മാര് കാണാൻ പാടില്ല എന്ന നിലക്ക് സൂക്ഷിച്ചവരാ മഹദിയായ ഫാത്തിമ. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവിടുത്തെ തിരുനോട്ടം നമ്മുടെ മജ്‌ലിസിൽ നൽകട്ടെ. അവിടുത്തെ മദദ്, അവിടുത്തെ നസ്ർ അല്ലാഹു നമ്മുടെ മജ്‌ലിസിൽ നൽകട്ടെ. നല്ല ഇഖ്ലാസോടുകൂടെ സ്വലാത്തു നൂർ, നല്ല തഖ്വയിൽ നിങ്ങൾ എല്ലാവരും ചെയ്യുക. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി 33 തവണ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, 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 അല്ലാഹുമ്മ സ്വല്ലി على النور واهلي اللهم صل 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 على النور واهلي. ചൊല്ലി സ്വലാത്ത് എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്കുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ചൊല്ലേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ നാമങ്ങളാണ്. അതിനു മുമ്പ് കൈകൾ ഉയർത്തിപ്പിടിച്ച് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി
വതിലാവത്തിൽ ഖുർആൻ വസായിരിൽ ഖൈറാത്തി യാദൽ മന്നി വൽ ഇഹ്സാൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ സ്ഥാപനത്തിലേക്ക് വരാറുണ്ട്, നമ്മളെ വീട്ടിലേക്ക് വരാറുണ്ട്. പല ഉദ്ദേശങ്ങൾ വെച്ച് ദുആ കൊണ്ട് അറിയിച്ച് സാധുക്കളായ യതീമായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലേക്ക്, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതിലേക്ക്, കിതാബുകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലേക്കൊക്കെ സഹായിക്കുന്നവരുണ്ട്. അല്ലാഹുവേ പടച്ച റബ്ബേ, റമദാന്റെ ശേഷം ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള മുഴുവൻ പെൺകുട്ടികൾക്ക് 83ഓളം വരുന്ന പെൺകുട്ടികൾക്ക് അല്ലാഹുവേ വസ്ത്രമേറ്റെടുത്ത 20ഓളം വരുന്ന 21ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രമേറ്റെടുത്ത കോയമ്പത്തൂരുള്ള കുടുംബമുണ്ട്. റഹ്മാനെ, അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. മുത്തുമുഅ്മിനീങ്ങളെ, നല്ല ഇഖ്ലാസോടുകൂടെ തന്നെ നിങ്ങൾ അല്ലാഹുവിന്റെ നാമങ്ങൾ ചൊല്ലുക, നല്ല തഖ്വയോടുകൂടെ തന്നെ ചൊല്ലുക. അങ്ങനെ ചൊല്ലിയിട്ടേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെയും പറയാണ്, മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പകയും വേണ്ട. ഒരാളും നശിക്കണം നിങ്ങൾ ആരും വിചാരിക്കണം, ഒരാളുടെ നാശം നമ്മൾ ആഗ്രഹിക്കണം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും, ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാകും. അതൊന്ന് പുറത്തു കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ആൾക്കാർ. നമ്മളെ വേദനിപ്പിച്ചിട്ട് അത് മനസ്സിൽ കൊണ്ടുകൊടുക്കാതെ, നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ മനസ്സിലതില്ല, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നില്ല, നമ്മളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുത്തു. അങ്ങനത്തെ ഒരു മനസ്സിന്റെ ആളുകളായിട്ട് നിങ്ങൾ മജ്‌ലിസിൽ പങ്കെടുക്ക്. നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കൂല. ഞാൻ വെറുതെ പറയല്ല. ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തങ്ങളെ, ഞങ്ങൾ മജ്‌ലിസിലൊക്കെ പങ്കെടുത്തിരുന്നു, ഒരുപാട് ചൊല്ലി, നമുക്കൊരു ഉപകാരം കിട്ടിയിട്ടില്ല. അവസാനം തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ആ വിളിച്ചിട്ട്, എന്നോട് കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതാ, ഞാൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. ഞാൻ നിങ്ങളിൽ നിന്ന് എന്ത് വിഷമിച്ചിട്ടുണ്ടെങ്കിലും ഞാനും അത് പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞിട്ട് മജ്‌ലിസിൽ പങ്കെടുത്തപ്പോ ജീവിതത്തിൽ ഉപകാരങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞവരുണ്ട്. റബ്ബേ, അതുപോലത്തെ ഒരു മനസ്സ് സാധുക്കളായ ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അങ്ങനത്തെ മനസ്സുമായിട്ട് എല്ലാവരും ഇരിക്ക്. ചിലപ്പോ അമ്മായിമ്മ വേദനിപ്പിച്ചിട്ടുണ്ടാകും, അമ്മോസാക്ക വേദനിപ്പിച്ചിട്ടുണ്ടാകും, അല്ലേ? പലരും ഉടപ്പറപ്പിങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ക്ഷമിച്ചിട്ട്, നല്ലപോലെ ഒന്ന് ക്ഷമിച്ചിട്ട് എല്ലാവരുടെ കൂടെ അല്ലാഹുവിന്റെ പവിത്രമായ ഓരോ നാമങ്ങൾ, 99 പവിത്രമായ നാമങ്ങൾ പഠിച്ചാൽ നരകത്തിൽ പോലും അവന്റെ ശരീരം എറിയപ്പെടൂല. മക്കളെ, അത്രയേറെ ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിന്റെ നാമങ്ങളാ ചൊല്ലാൻ പോകുന്നത്. നല്ല ഇഖ്ലാസോടുകൂടെ തഖ്വയോടുകൂടെ എല്ലാവരും ചൊല്ലിക്കോ. അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ വിളിക്കുന്ന ആളുകളൊക്കെ 99 61 83 31 16 ആ നമ്പറിൽ മിസ് കോൾ അടിച്ചു വെച്ചോളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ തിരിച്ചു വിളിക്കാട്ടോ. ഇപ്പൊ തന്നെ, ഇപ്പോഴല്ല, മജ്‌ലിസ് കഴിഞ്ഞ പാട് മജ്‌ലിസിന്റെ ഇടയിൽ നിന്ന് വിളിച്ച് മജ്‌ലിസ് കട്ടായി പോകണ്ടാവും. എന്ത് ചെയ്യാ, നിങ്ങൾ എല്ലാവരും വിളിച്ചു വെക്കാൻ എല്ലാവർക്കും ഞാൻ തിരിച്ചു വിളിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഭർത്താവിന്റെ വെറുപ്പോടുകൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ വെറുപ്പോടുകൂടെ, മാതാപിതാക്കളെ വെറുപ്പോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മജ്‌ലിസ് കാണരുത്. ചെറിയ മക്കളെ പിടിച്ച് മജ്‌ലിസിന്റെ മുമ്പിൽ പിടിച്ചിരുത്തരുത്. അവരെ ഉറക്കാനുള്ള നേരത്തെ തന്നെ കിടത്തി ഉറക്കുക. പകൽ സമയങ്ങളിൽ അവർ ഒഴിഞ്ഞിരിക്കുമ്പോൾ മജ്‌ലിസ് കേൾപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഈ ചൊല്ലുന്നതൊക്കെ അവരെ കൊണ്ട് ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കുക. അതല്ലാത്ത സമയത്ത് നമ്മൾ ഈ ലൈവിന്റെ സമയം നോക്കുക, 9:40 ചെറിയ മക്കളൊക്കെ ഉറങ്ങുന്ന സമയമാണ്. അവരെ പിടിച്ച് മജ്‌ലിസിന് മുമ്പിൽ ഇരുത്തരുത്. അവരെ സ്കൂളിലെ മദ്രസയിലും പഠനങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ കാരണം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരു സ്കൂളിൽ രാവിലെ പോയിരുന്നു ഉറങ്ങുന്ന, അല്ലെങ്കിൽ മദ്രസയിൽ പോയിരുന്നു ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, അല്ലേ? ദീന് പഠിക്കാൻ പോകുന്നിടത്ത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് സ്കൂളിലും മദ്രസയിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഒക്കെ നല്ല ഉന്മേഷത്തോടു കൂടെ മക്കൾ പഠിക്കണമെങ്കിൽ അവർ നേരത്തെ കിടത്തി ഉറക്കണം. മൊബൈൽ ഫോൺ കൈ കൊടുത്ത് മക്കൾ ആരും ഇടങ്ങാറാക്കരുത് കേട്ടോ. ഞാൻ പിന്നെയും പറയാണ്, ഒരാൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതുപോലെ ഭർത്താവിന്റെ സമ്മതമല്ലാതെ, ബന്ധപ്പെട്ടവരുടെ സമ്മതമല്ലാതെ മജ്‌ലിസിലേക്ക് ആരും പൈസ അയച്ചു തരരുത്. എത്തിയ കുട്ടികൾക്ക് തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പൊരുത്തല്ലാത്ത മുതൽ ആ കുട്ടികളെ കൊണ്ട് നമ്മൾ തീറ്റിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഭർത്താവ് ജോലി എടുത്തുണ്ടാക്കിയ പൈസ അയാളെ സമ്മതമല്ലാതെ, പൊരുത്തല്ലാതെ, സംഭവം ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് ഭാര്യ സ്വതക്ക നൽകിയാൽ ആ ഭാര്യക്ക് അതിന്റെ കൂലി കിട്ടും. അതിന്റെ പകുതി കൂലി ഭാര്യക്ക് കിട്ടും. സമ്മതമല്ലാതെ ചെയ്താൽ തന്നെ കൂലി കിട്ടും. പക്ഷെ എന്നാലും അങ്ങനെയല്ല,
അതിന്റെ പേരിൽ നമ്മുടെ മജ്ലിസിനോ നമ്മളുടെ സ്ഥാപനങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചും സൂക്ഷിച്ചിട്ടും ആയിരിക്കണം നിങ്ങളെല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കേണ്ടതും പെരുമാറേണ്ടതും ജീവിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ നാമങ്ങൾ ചൊല്ലുകയാണ്. ആ ബോധത്തോടുകൂടെ ഓരോ അസ്മാഉൽ ഹുസ്നയും നല്ല ഇഖ്ലാസോടുകൂടെ. ഒന്നാമത് രോഗങ്ങൾ മാറണം. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് സുബ്ഹാനല്ലാഹ് വളരെയേറെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവരെ രോഗങ്ങളൊക്കെ മാറണം. എനിക്ക് രോഗമല്ല എങ്കിൽ എനിക്ക് കടമാണുള്ളത്, എനിക്ക് ഒരുപാട് കടമുണ്ട്. അതുകൊണ്ട് രോഗത്തിന് വേണ്ടിയിട്ടുള്ള അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ അത് ഒരു ആത്മാർത്ഥതയൊന്നും ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് കടം വീടാനുള്ളത് വരുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടെ. അങ്ങനെയല്ല, അഞ്ച് അസ്മാഉൽ ഹുസ്ന നല്ല തഖ്വയോടുകൂടെ. ഒന്നാമത്തെ രോഗം മാറാൻ, രണ്ടാമത് കടങ്ങളും ബാധ്യതകളൊക്കെ സലാമത്താകാൻ, മൂന്നാമത്തത് കുടുംബ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ, നാലാമത്തത് ചെയ്യുന്ന ജോലികളിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മുടെ മക്കളിൽ ബർക്കത്തുണ്ടാകാൻ, വീട്ടിലും വാഹനങ്ങളിലും ബർക്കത്തുണ്ടാകാൻ, അതുപോലെ തന്നെ അഞ്ചാമത്തത് ഈമാനിന് വർധനവുണ്ടാകാൻ. ഈമാനിന് വർധനവുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ തന്നെ ഇഖ്ലാസ് വരും. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചൊല്ലുമ്പോൾ ഒരു ആത്മാർത്ഥത കിട്ടിയെന്ന് വരൂല. നിങ്ങൾ നല്ല ഈമാൻ കൂടണം എന്നുള്ള നിയത്ത് വെച്ചൊന്ന് ചൊല്ലി നോക്കി, നല്ല ഇഖ്ലാസ് വരും. നിങ്ങൾ ഓരോ അമലുകൾക്കും ഒരു അൽഹംദുലില്ലാ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞേ പറയുള്ളൂ. ഇപ്പൊ നമ്മൾ എന്താ പറയാറ്? അൽഹംദുലില്ലാ, ഒരു എന്നോർ അൽഹംദുലില്ലാ അല്ലേ, സുബ്ഹാനല്ലാഹ്. നിസ്കാരത്തിന്റെ ശേഷമൊക്കെ നമ്മൾ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലാറുണ്ട്. എങ്ങനെയാ ചൊല്ലാറുള്ളത്? അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ഇങ്ങനെയല്ല ചൊല്ലേണ്ടത്. നമ്മളിങ്ങനെ ചൊല്ലുന്നുണ്ട്, എവിടെയോ ചിന്ത വേറെ എവിടേക്കാണ്. എന്നിട്ടാണ് അള്ളാന്റെ നാമങ്ങൾ ചൊല്ലുന്നത്. ആരുടെ നാമം? അള്ളാന്റെ നാമ ചൊല്ലുന്നത് അന്തം വിട്ടിട്ട്. നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകാത്തോണ്ടാണ്. അതുകൊണ്ട് ഈമാൻ ഉണ്ടെങ്കിൽ ഈമാനുള്ള ആളുകളൊക്കെ നല്ല ഇഖ്ലാസോടുകൂടെ അള്ളാനെ വിളിച്ചോളും. ഈമാനുള്ള ആളുകൾക്ക് അങ്ങനെ തമാശയിൽ അള്ളാനോട് കളിക്കാൻ കഴിയൂല. അപ്പൊ ചൊല്ലുന്നത് നല്ല തഖ്വയിൽ മനസ്സറിഞ്ഞ് മനസ്സൊക്കെ ഇങ്ങോട്ട് കിട്ടണം, മനസ്സ് കൊണ്ട് ചൊല്ലാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് എന്നാണ് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് വരണം. അള്ളാഹ്ക്ക് തോന്നണം ഈ ചങ്ങായി കണ്ടറിഞ്ഞ് എന്നെ വിളിക്കാണ്, എങ്ങനെ ഇപ്പൊ ഞാൻ അവനക്ക് കൊടുക്കാതിരിക്കുക, ഓന് എന്തായാലും ഓൻ രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹ് തരണം. ദുനിയാവിലും ആഖിറത്തിലും ഉള്ള വിജയം അള്ളാഹ് നമുക്ക് തരണം. മനസ്സിലാവുന്നുണ്ടോ അമ്മമാര്? മനസ്സിലാവുന്നുണ്ടോ? തലയിലൊക്കെ തട്ടൊക്കെ ഒന്ന് നേരട്ടെ. തലയിലൊക്കെ തട്ടൊക്കെ ഇട്ട് നല്ല റാഹത്തില് ഉളുവൊക്കെ എടുത്തിരുന്ന വലിയ സന്തോഷം. അൽഹംദുലില്ലാ. ചൊല്ലാൻ തുടങ്ങാണ്. നല്ല ഇഖ്ലാസോടുകൂടി നിയത്താക്കിക്കോളും, രോഗങ്ങൾ മാറും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീളു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസ് യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖബിയു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹീ യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ്
الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد 11 തവണ മനസ്സറിഞ്ഞെല്ലാവരും ഒന്ന് ചൊല്ലിക്കേ അൽഹംദുലില്ലാഹ് 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 ثم അൽഹംദുലില്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹു ഫരിജ്നാ മിൻ വബാഹ യാ അല്ലാഹു യാ അല്ലാഹു ഫരിഹ്നാ ബിന്നൂബ ബിഅസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനെ കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ നല്ല ഇഖ്ലാസോട് കൂടെ തഖ്വയോട് കൂടെ എല്ലാവരും രണ്ടാമത്തേത് പടച്ചറപ്പേ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ് കാമിലായ അജ്ലായ താമായ ശിഫാ തന്ന് നൂറുൽ ഹുദാ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് മുഅ്മിനീങ്ങളെ രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയാണ് രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന ചൊല്ലുകയാണ് നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് നല്ല ഇഖ്ലാസോടുകൂടെ നല്ല തഖ്വയോടുകൂടെ ഓരോരുത്തരും അവനവന്റെ മുറാദുകൾ ഉദ്ദേശിച്ചോളി മനസ്സിൽ കരുതിക്കോളി നല്ല അതവോടുകൂടെ തമാശയും കളിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഇഖ്ലാസോടുകൂടെ എന്റെ കൂടെ ചൊല്ലി നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാവും ഞാൻ വെറുതെ പറയില്ല നിങ്ങളൊന്ന് പരീക്ഷ നോക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാ ബാധ്യതകളും മാറിക്കിട്ടട്ടെ ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ
الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله 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 ثم الحمد لله يا الله يا الله فرجنا من وباء يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجل بالفتح يا الله يا الله സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും സാധുക്കളായ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് നിത്യേന ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് റഹ്മാനെ ചില വീടുകളില് പടച്ചറബേ പരിസരത്തിലുള്ള വീടുകളിലുള്ള ഉമ്മമാരെല്ലാം വന്നുകൊണ്ട് പൊന്നാനിയിൽ ഒരു കുടുംബം അല്ലാഹുവേ ഇന്ന് വിളിച്ച് സന്തോഷം പറഞ്ഞതാ ഒരു കുടുംബം അല്ലാഹുവേ മുഴുവനായി ഒരു കുടുംബത്തിലേക്ക് അയൽവാസികളെല്ലാം വന്നിരുന്ന് ദിവസവും മജ്ലിസ് കാണുന്നുണ്ട് അവര് ടിവിയിൽ വെച്ച് കാണുന്നുണ്ട് എന്ന് സന്തോഷം പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഈ മജ്ലിസ് കൊണ്ട് ഇതിൽ ചൊല്ലുന്ന സലാത്തിന്റെ ബറക്കത്ത് കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് സന്തോഷം വിളിച്ചു പറയുന്നവരുണ്ട് സമാധാനം നൽകണേ അല്ലാഹ് പലരും കൂട്ടമായി മജ്ലിസ് കാണുന്നവരുണ്ട് ഒറ്റക്കിരുന്ന് കാണുന്നവരുണ്ട് അല്ലാഹുവേ പടച്ച റബ്ബേ നാളെ പകലിൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട് ഈ ചൊല്ലുന്നത് എന്റെ കൂടെ ഏറ്റുകൊള്ളുന്നവരുണ്ട് എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് സലാമത്ത് നൽകണേ അല്ലാഹ് നല്ല ഇഖ്ലാസോടെ എല്ലാവരും നിയ്യത്താക്ക് മൂന്നാമത്തെ അസ്മാഉൽ ഹുസ്ന അല്ലാഹുവേ സാമ്പത്തികമായി കൊടുക്കാനുണ്ട് കിട്ടാനുണ്ട് കൊടുക്കാനുള്ളത് കൊടുക്കാനും കിട്ടാനുള്ളത് ഞങ്ങളെ കൈവശമെത്താനും ഞങ്ങളെ ചൊല്ലിയ അസ്മാഉൽ ഹുസ്ന ഒരു കാരണമായി നീ കബൂലാക്കണേ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുടുംബങ്ങളിൽ ബർക്കത്ത് ഉണ്ടാകണം സ്നേഹം ഉണ്ടാകണം ഒത്തൊരുമുണ്ടാകണം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ്
യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിദു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹകമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ്, യാ ശകൂറു യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, യാ ഹഫീദു യാ അല്ലാഹ്, യാ മുഖീതു യാ അല്ലാഹ്, യാ ഹസീബു യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ മുജീബു യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ ബാഇസ് യാ അല്ലാഹ്, യാ ശഹീദു യാ അല്ലാഹ്, യാ ഹഖു യാ അല്ലാഹ്, യാ വകീലു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ വലിയു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹീ യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ വാഹിദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഅഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ്, യാ ളാഹിറു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ്, യാ മുതഅലി യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്, യാ അഫുവ്വു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മുഖ്സിതു യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ്, യാ ളാറു യാ അല്ലാഹ്, യാ നാഫിഉ യാ അല്ലാഹ്, യാ നൂറു യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ബദീഉ യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ വാരിസു യാ അല്ലാഹ്, യാ റഷീദു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്. الذي لم يلد ولم يولد ولم يكن له كفوا احد. الحمد لله 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 ثم الحمد لله. يا الله يا الله فرجنا من وباء. يا الله يا الله فرجنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. സ്വീകരിക്കണേ റഹ്മാനെ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറ. അല്ലാഹുവേ, ഈ പങ്കെടുക്കുന്ന പലരുടെയും കുടുംബത്തിലൊരു സ്വസ്ഥതയില്ല റഹ്മാനെ, ഒരു സമാധാനവുമില്ല അല്ലാഹ്, പരസ്പരം വഴക്കാണല്ലാ, ബുദ്ധിമുട്ടിലാണല്ലാ, എല്ലാം ഒത്തൊരുമയിലേക്ക് എത്തിക്കണേ നാഥാ. നല്ല പരസ്പരം സ്നേഹത്തോടുകൂടെ അല്ലാഹുവേ, ഇതെന്റെ ഭാര്യയാ, ഞാൻ മഹർ കൊടുത്ത പെണ്ണാ, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, എന്റെ മക്കളെ നോക്കാൻ, കുടുംബം നല്ല നിലക്ക് കൊണ്ടു നടക്കാനും അല്ലാഹുവേ എനിക്ക് സ്നേഹിക്കാനുള്ളതാണ് എന്റെ ഭാര്യ. ഈ ചിന്ത ഓരോ ഭർത്താവിനും നൽകണേ അല്ലാ. ഇതെന്റെ ഭർത്താവാ, എനിക്കിടങ്ങാറാക്കാനുള്ള ഒരു വസ്തുവല്ല, സമാധാനം നഷ്ടപ്പെടുത്തേണ്ട ഒരാളല്ല എന്ന് മനസ്സിലാക്കി ഭർത്താവിനെ സ്നേഹിക്കാനും തൗഫീഖ് നൽകണേ അല്ലാ. കുടുംബത്തിലൊക്കെ നല്ല ഒത്തൊരുമയും സ്നേഹവും നൽകണേ അല്ലാ. മക്കള്, പേരമക്കള്, കൂട്ടുകുടുംബങ്ങള് എല്ലാറ്റിലും വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ,
ഇനി നമുക്ക് ചൊല്ലേണ്ടത് നാലാമത്തെ അസ്മാഉൽ ഹുസ്നയാണ്. എന്തിനാ ചൊല്ലുന്നത്? ജോലിയിലൊക്കെ ബർക്കത്ത് വേണ്ടേ ഉമ്മമാരെ? ഒരുപാട് ശമ്പളമൊക്കെ വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നതിലൊരു ബർക്കത്തില്ല. 1 ലക്ഷത്തിന്റെ മേലെ സാലറി വാങ്ങുന്നുണ്ട്, ആ കിട്ടുന്ന 1 ലക്ഷം എങ്ങനെയാ ചെലവാകുന്നത്, എവിടെയാ നഷ്ടപ്പെടുന്നത് എന്ന ഒരു പിടുത്തമില്ല എന്ന് വിഷമം പറഞ്ഞവരുണ്ട്. ഉമ്മമാരെ, സഹോദരിമാരെ, നല്ല തഖ്വയോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ നിങ്ങളെ മക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, കൂടപ്പറപ്പീങ്ങൾക്ക് ജോലി വേണോ? നല്ല ഇഖ്ലാസോടുകൂടെ, തഖ്വയോടുകൂടെ ഒന്ന് ചൊല്ലി നോക്ക്. അല്ലാഹു നമ്മളെ തട്ടൂല, അല്ലാഹു നമ്മളെ ഒഴിവാക്കൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الله الذي لا إله إلا هو يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محيي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. മുഅ്മിനീങ്ങളെ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ചൊല്ലിക്കേ 11 തവണ അൽഹംദുലില്ലാഹ് 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 ثم الحمد لله
അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു ഏറ്റെടുക്കട്ടെ. അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. ഈമാനോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല തഖ്വയോടുകൂടെ എല്ലാവരും ആമീൻ പറഞ്ഞേ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർക്കൊക്കെ ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലികളിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടെ, നല്ല ആത്മാർത്ഥതയോടുകൂടെ അഞ്ചാമത്തെ അസ്മാഉൽ ഹുസ്ന, പവിത്രമായ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ഈമാൻ സലാമത്താകണം എന്ന നിയ്യത്തോടുകൂടെ ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്. തലിനാരി തട്ടൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ, തലക്കെല്ലാവരും മറിച്ചിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. യാ റഹ്മാനു യാ അല്ലാഹ്. ആ വലത് കൈ ഹൃദയത്തിനോട് ചേർത്ത് പിടിക്കുക. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിലു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിദു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹകമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഗഫൂർ യാ അല്ലാഹ്, യാ ശക്കൂർ യാ അല്ലാഹ്, യാ അലിയു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ്, യാ ഹഫീദ് യാ അല്ലാഹ്, യാ മുഖീത്ത് യാ അല്ലാഹ്, യാ ഹസീബ് യാ അല്ലാഹ്, യാ ജലീലു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഖീബ് യാ അല്ലാഹ്, യാ മുജീബ് യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ വദൂദ് യാ അല്ലാഹ്, യാ മജീദ് യാ അല്ലാഹ്, യാ ബാഇസ് യാ അല്ലാഹ്, യാ ഷഹീദ് യാ അല്ലാഹ്, യാ ഹഖ് യാ അല്ലാഹ്, യാ വകീൽ യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ മതീൻ യാ അല്ലാഹ്, യാ വലിയ്യു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹീ യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ വാഹിദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ മുഖ്തദിറു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഅഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ്, യാ ളാഹിറു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ്, യാ മുതഅലി യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്, യാ അഫുവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد എല്ലാവരും ചൊല്ലിക്കേ അൽഹംദുലില്ലാഹ് 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 സുമ്മ അൽഹംദുലില്ലാഹ്
യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ മിൻ വബാഹാ യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ ബിന്നുബാ ബിഅസ്മാഇകൽ ഹുസ്നാ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം അത് ദുആ ആണ്. അതുകൊണ്ട് നല്ല തഖ്വയോടെ ആമീൻ പറയണം. അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹ് നമ്മളെ സലാമത്താക്കട്ടെ. മുഅ്മിനീങ്ങളെ നല്ല തഖ്വയോടെ എല്ലാവരും 3 നാരിയത്ത് സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലം സലാമൻ ദാമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു നമ്മളൊക്കെ ഏറ്റെടുക്കട്ടെ. നല്ല തഖ്വയോടുകൂടെ നല്ല അദബോടുകൂടെ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ എല്ലാവരും ആമീൻ പറഞ്ഞ്. ഒരുപാട് പേര് പല വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വരെ പറയേണ്ടി വരും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആമായിട്ട് ദുആ ചെയ്യണേ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأهل بيته وصحبه وسلم صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. صلاة تحل بها عقدتنا وتفرج بها كربتنا وتجيد بها خصلتنا وتنقذ بها وحلتنا وتحسن بها موتتنا وخطرتنا وتنجي بها عن كل شدتنا وكدتنا وعلى آله وصحبه وسلم عدد تقاليب الأيام والسنين والحمد لله رب العالمين. اللهم وصل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة روح نبينا وهادينا ومنجينا ومرشدنا ومصطفانا محمد صلى الله عليه وسلم سيد الأولين والآخرين قدوة الصالحين والأخيار قائد المهاجرين والأنصار وإلى حضرة ساداتنا صحابة البدريين رضي الله عنهم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم بارك لنا في جميع أمورنا خصوصا في اجتماعنا هذا بركة تامة كما باركت على عبادك الصالحين. أرحم الراحمين يا الملك الجبار يا രാജാതിരാജനായ റബ്ബായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ശരീരത്തിലുള്ള മുഴുവനും രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസറോ ട്യൂമറോ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കിഡ്നിക്കോ ഹാർട്ടിനോ വാൽവിനോ ലങ്സിനോ ഡിസ്കിനോ തകരാറ് നൽകല്ലേ അല്ലാഹ്. ബ്ലോക്കോ സ്ട്രോക്കോ നൽകല്ലേ അല്ലാഹ്. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ തൈറോയിഡോ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കാൽപാദം മുതൽ മൂർധാബ് വരെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ രോഗങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാവർക്കും നീ കാമിലായ ശിഫാ നൽകണേ അല്ലാഹ്. അജ്ലായ ശിഫാ നൽകണേ അല്ലാഹ്. താമായ ശിഫാ നൽകണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്.
അല്ലാഹ്. ജനങ്ങൾ വെറുത്തു പോകുന്ന രോഗങ്ങൾ നൽകല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, സാമ്പത്തിക പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നൂറുൽ ഹുദാ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ ബാധ്യതകളും വീട്ടിയിട്ടുള്ള നല്ല മരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. എല്ലാ കടങ്ങളും കൊടുത്തു വീട്ടിയതിനു ശേഷം നല്ലൊരു മരണം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിന്റെ ഖജനാവിൽ നിന്ന് ആവശ്യമുള്ള സമ്പത്ത് ആവശ്യമുള്ള സമയത്ത് തന്ന് നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങള് സാധുക്കളാണ് അല്ലാഹുവേ. നീ പരീക്ഷിച്ചപ്പോ അല്ലാഹുവേ, അമ്പിയാക്കന്മാര് സഹിച്ചതുപോലെ, അമ്പിയാക്കന്മാര് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ള അല്ലാഹുവേ ആളുകളല്ല ഞങ്ങളാരും. പടച്ച റബ്ബേ, വലിയ പരീക്ഷണങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. വലിയ പരീക്ഷണങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും പുറത്തു തന്ന് ഞങ്ങളെ ഈ ദുആഇനെ നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശുക്കൂർ ഫാദിലിയുടെ അളിയൻ അല്ലാഹുവേ അപകടത്തിൽപ്പെട്ട് പ്രയാസത്തിലാണ്. എല്ലാ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ പടച്ച റബ്ബേ, മല പോലെയുള്ള മുസീബത്ത് ഞങ്ങളിലേക്ക്, ഞങ്ങളുമായി ബന്ധങ്ങളിലേക്ക് വരുമ്പോ സയ്യിദുൽ വജൂദായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് മഞ്ഞ് പോലെ ആക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ കാരണം പ്രയാസപ്പെട്ട് ദുആ കൊണ്ടറിയിക്കുന്നവരുണ്ട്. കുടുംബങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികളുണ്ട്. നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കളെ അല്ലാഹ്. ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ആബിദീങ്ങളാക്കണേ അല്ലാഹ്. ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്. നല്ല തഖ്വയുള്ള മക്കളാക്കണേ അല്ലാഹ്. അതബുള്ള അച്ചടക്കമുള്ള മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന, അവർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന മക്കളല്ല, അവരുടെ ഇസ്സത്തിനെ ഇനിയും ഉയർത്തുന്ന നല്ല മക്കളാക്കി ഞങ്ങളെ എല്ലാ മക്കളെയും നീ നല്ലവരിൽ നല്ലവരാക്കണേ അല്ലാഹ്. നല്ലത് കാണുന്ന, നല്ലത് കേൾക്കുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന, നല്ലതാലോചിക്കുന്ന, നല്ല കൂട്ടുകെട്ടിൽ കൂടുന്ന നല്ല മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ എത്രയോ മക്കളുണ്ട്. അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. നല്ല റാഹത്തുള്ള, അടക്കമുള്ള, ഒതുക്കമുള്ള നല്ല മക്കളെ ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. കുടുംബ പ്രയാസങ്ങൾ കാരണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കലഹം കാരണം സമാധാനം നഷ്ടപ്പെട്ടു പോയി മജ്‌ലിസിൽ നിയ്യത്തും വെച്ച് പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാ കുടുംബങ്ങളിലും ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളുടെ ഭൗതികമായ ആത്മീയമായ പഠനങ്ങൾ എല്ലാറ്റിലും പുരോഗതി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, LKG മുതൽ +2 വരെ പഠിക്കുന്ന ഞങ്ങളെ മക്കള്, അതിനുശേഷം പഠിക്കുന്ന മക്കള്, എക്സാം എഴുതാനിരിക്കുന്ന മക്കള്, എല്ലാവർക്കും പൂർണ്ണ വിജയം നൽകണേ അല്ലാഹ്. ഒരു മക്കളെയും പരാജയപ്പെടുത്തല്ല നാഥാ. SSLC പഠിക്കുന്ന, +2 പഠിക്കുന്ന മക്കള് പ്രത്യേകിച്ച് അല്ലാഹുവേ വലിയ ബേജാറിലാണ്. അല്ലാഹുവേ, പുതിയ പുസ്തകമാണ് ഇപ്പൊ 10ാം ക്ലാസ്സിലുള്ളത്. ആ കാരണം കൊണ്ട് വലിയ വിഷമത്തിലാണ് എന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്. എൻ്റെ അമ്മായിയുടെ മകളടക്കം അല്ലാഹുവേ SSLC എക്സാം വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ട്. എല്ലാവർക്കും വിജയം നൽകണേ അല്ലാഹ്. അവരാഗ്രഹിച്ചതിനേക്കാൾ വലിയ വിജയം നൽകണേ അല്ലാഹ്. അവരാഗ്രഹിച്ചതിനേക്കാൾ വലിയ വിജയം നൽകി ഞങ്ങളെ മക്കളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ജോലി ചെയ്യുന്നവരുടെ ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പലരും പല നിലക്കാണ് ജീവിക്കുന്നത്. ജീവിത മാർഗങ്ങളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തോടുകൂടെ ജീവിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിച്ച് കബറിൽ കഴിയുന്ന ഒരുപാട് കബറാളികളുണ്ട്. ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് മരണപ്പെട്ട് കബറിൽ കഴിയുന്ന കബറാളികളുടെ കബറിലേക്ക് ഈ മജ്‌ലിസിൽ ഇതുവരെ നിർവഹിച്ച അമലുകളുടെ വെളിച്ചത്തെ നീ കാണിക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം കബർ വിശാലമാക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും നടത്തുന്ന മജ്‌ലിസാണ് റബ്ബേ. ചില ദിവസം
ദിവസങ്ങളിൽ മുടങ്ങിപ്പോയിട്ടുണ്ട്. അല്ലാഹുവേ മജ്‌ലിസ് മുടങ്ങുന്ന അവസ്ഥയിൽ നിന്ന് നൂറുൽ ഹുദാ കുടുംബത്തിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ ദിവസവും 8:45 9 മണിക്ക് മജ്‌ലിസ് തുടങ്ങാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത് ദുആയിൽ പങ്കെടുത്ത് ദിക്ർ സ്വലാത്ത് ചൊല്ലി ഫാത്തിഹ ഓതി ഖുർആൻ ഓതി അല്ലാഹുവേ ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരൊറ്റ ദിവസം 4 തവണ മജ്‌ലിസ് കേൾക്കുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിൽ വന്ന പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് വിളിച്ച് ഞങ്ങളെ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മയാണ്. പ്രത്യേകം ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അവരെ കുടുംബപരമായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം ശമിപ്പിച്ച് നല്ല സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനത്തിലെ മക്കൾക്ക് അരി കൊടുക്കുന്നവരുണ്ട്, ഭക്ഷണം നൽകുന്നവരുണ്ട്, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട്, മിഠായി വാങ്ങിക്കാൻ പൈസ അയച്ചു തരുന്നവരുണ്ട്. അല്ലാ യതീമായ ആ പാവപ്പെട്ട മക്കളെ ആരൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ടോ അവരെ നീയും സന്തോഷിപ്പിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളെല്ലാം നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മരിച്ച് ഖബർ കിടക്കുമ്പോ ഈ മജ്‌ലിസിൽ പങ്കെടുത്തത് ദുആ ചെയ്തത് ആമീൻ പറഞ്ഞത് എല്ലാം വലിയൊരു വിജയമാക്കി കാണിച്ചു തരണേ അല്ലാ. എൻ്റെ കുടുംബത്തിൽപ്പെട്ട അല്ലാഹുവേ എൻ്റെ വല്ലുമ്മാന്റെ അനുജത്തി അല്ലാഹുവേ ചെറിയൊരു പ്രയാസത്തിലാണ്, ചെറിയൊരു ബുദ്ധിമുട്ടിലാണ്. അല്ലാ നീയാണ് രോഗം നൽകുന്നവൻ. അതിന്റെ ശിഫാഉം നിന്റെ കയ്യിലാണ്. ഷാഫിയായ ഗാഫിയായ മുആഫിയായ റബ്ബേ അല്ലാഹുവേ കാമിലായ ശിഫ നൽകണേ അല്ലാ. എന്നെയും എൻ്റെ ബാപ്പ ഉൾപ്പെടെ ഞങ്ങളൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ നോക്കി വളർത്തി ഭക്ഷണം തന്നതാണ്. അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് ഹബീബായ തങ്ങളെ പുഞ്ചിരിക്കുന്ന പൂമുഖം മനാമിൽ ധാരാളം തവണ കണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന ഭാഗ്യവാന്മാരിൽ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അവസാനം മദീനയിലായിരിക്കണം ശ്വാസം നിലക്കേണ്ടത് എന്ന ആഗ്രഹം പറയുന്ന അല്ലാഹുവേ ത്വാഹിറവും ഉൾപ്പെടെ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ മജ്‌ലിസിലേക്ക് ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ച് വിളിക്കുന്നുണ്ടോ എല്ലാവരെ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله. السلام عليكم ورحمة الله تعالى وبركاته. ഇൻഷാ അല്ലാഹ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഞാൻ തിരിച്ചു വിളിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.